ഞാൻ ഈ നടന്നു പോകുന്നത് പരുമല പള്ളിയിലേക്കാണ്. പറ്റുമെങ്കിൽ എല്ലാ വർഷവും പരുമല പള്ളിയിൽ പദയാത്രയായി നടന്നു പോകാറുണ്ട്. ഇത്തവണയും ഞാൻ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ പള്ളിയിലോട്ട് പോവാണ്. എൻ്റെ പള്ളി വരുന്നത് പന്തളമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ പരുമല പദയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥ ആൾക്കാരാണ് ഈ ഒരു പരുമല പദയാത്രയ്ക്ക് നമ്മുടെ കൂടെ വരുന്നത് തന്നെ. അത്രയ്ക്ക് വിശ്വാസമാണ് പരിശുദ്ധ പരുമല തിരുമേനി. അപ്പം നമ്മളിതാ പരുമല പദയാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വെയിലത്ത്, ഭയങ്കര വെയിലായിരുന്നു, ആ വെയിലത്ത് ഇങ്ങനെ നടന്ന് നമ്മൾ പോവാണ്. നമുക്കാണെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ നമുക്ക് ആഹാരങ്ങൾ നേർച്ചയായിട്ട് തരും. വെള്ളവും ഫുഡും എല്ലാം നമുക്ക് കിട്ടും. അതിനൊന്നും ഒരു കുറവുമില്ല. നമ്മളൊന്ന് നടന്നാൽ മാത്രം മതി. പരുമല തിരുമേനിയെയും വിളിച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കാൽവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആ പരുമല പള്ളിയിൽ എത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെയാണ്. ഉച്ചയ്ക്ക് തന്നെ വിഭവസമ്പന്നമായ സദ്യ തന്നെയാണ് നമുക്ക് ഈ പരുമല പദയാത്രക്കാർക്ക് മാവേലിക്കരയിൽ നിന്ന് കിട്ടിയത്. നമ്മളാണെങ്കിൽ പന്തളം മാവേലിക്കര പരുമല അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവേലിക്കര എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി നേരം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പദയാത്ര സ്റ്റാർട്ട് ചെയ്തു. കണ്ടില്ല, ഇഷ്ടം പോലെ ആഹാരമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓടേണ്ട അവസ്ഥയൊക്കെ വന്നു. കാരണം ഒരു പരുമല പദയാത്ര പോയപ്പോഴത്തേക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്തു പോകുന്നു. അങ്ങനെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ കടകളൊക്കെ നമുക്ക് തരും. അങ്ങനെ നമ്മളിതാ പരുമല പദയാത്ര ചെന്ന് പരുമല പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്തോരം ആൾക്കാരാണ് വരുന്നത്. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് പരുമല തിരുമേനിയോട്. അത്രയ്ക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ഏതൊരു ആഗ്രഹവും സാധിച്ചു തരുന്നതാണ് പരിശുദ്ധ പരുമല തിരുമേനി. ഇവൻ പരുമല ഹോസ്പിറ്റൽ പോലും അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചു.